2025 ഡിസംബർ 19 സിറാജ് എഡിറ്റോറിയൽ. അവ്യക്തമായ കുറിപ്പടിക്ക് അറുതി വേണം. ആധുനിക വൈദ്യശാസ്ത്രം അതിവേഗം മുന്നേറിക്കൊണ്ടിരിക്കുമ്പോഴും ചികിത്സയുടെ അടിസ്ഥാന രേഖയായ ഡോക്ടർമാരുടെ കുറിപ്പടി രോഗിക്ക് വായിക്കാനാകാത്ത രഹസ്യലിപിയായി തുടരുകയാണിപ്പോഴും. ഇംഗ്ലീഷിൽ അപാര പരിജ്ഞാനമുണ്ടാകാമെങ്കിലും ഡോക്ടർമാർ എഴുതുന്ന മരുന്ന് ഷീട്ട് വായിക്കണമെങ്കിൽ അപാര സിദ്ധി തന്നെ വേണം. മരുന്ന് ഷീട്ടിലെ കൈയക്ഷരം നന്നാക്കാൻ സർക്കാരും കോടതികളും IMAയും ശ്രമിച്ചിട്ടും വിജയിച്ചിട്ടില്ല. വായിക്കാൻ കഴിയാത്ത കൈയക്ഷരമുള്ള വിദ്യാർത്ഥി ഡോക്ടറാകുമെന്ന തമാശ തന്നെ പ്രചാരത്തിലുണ്ട്. ഈ സാഹചര്യത്തിൽ മരുന്ന് ഷീട്ടടക്കം മെഡിക്കൽ സംബന്ധമായ കുറിപ്പുകളെല്ലാം വ്യക്തമായും വായിക്കാവുന്ന രീതിയിലും എഴുതണമെന്ന് ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ NMC. ദേശവ്യാപകമായി എല്ലാ ഡോക്ടർമാർക്കും ബാധകമാണ് ഈ നിർദ്ദേശം. കുറിപ്പടിയിലെ വ്യക്തതക്കുറവ് വരുത്തിവെക്കുന്ന പ്രശ്നത്തെക്കുറിച്ച് സമർപ്പിക്കപ്പെട്ട ഒരു ഹർജിയിൽ ഹരിയാന, പഞ്ചാബ് ഹൈക്കോടതി നാഷണൽ മെഡിക്കൽ കമ്മീഷന് ചില നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. ഭരണഘടന അനുശാസിക്കുന്ന പൗരന്റെ ആരോഗ്യാവകാശത്തിലെ ഒഴിച്ചുകൂടാനാകാത്ത അവകാശമാണ് വ്യക്തമായ കുറിപ്പടിയെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. മരുന്ന് ഷീട്ടുകൾ എഴുതേണ്ടത് എങ്ങനെയെന്ന് മെഡിക്കൽ വിദ്യാർത്ഥികളെ പഠിപ്പിക്കണമെന്നും കോടതി നിർദ്ദേശിക്കുന്നു. ഇതടിസ്ഥാനത്തിൽ കുറിപ്പടിയിലെ വ്യക്തതയും വൃത്തിയും പാഠ്യവിഷയമാക്കാനും NMC നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ നിർദ്ദേശങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാൻ എല്ലാ മെഡിക്കൽ കോളേജുകളിലും സമിതി രൂപവൽക്കരിക്കാനും ഉത്തരവുണ്ട്. 2014 മദ്രാസ് ഹൈക്കോടതിയും വിവിധ ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷനുകളും ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. കൈയെഴുത്ത് മോശമായതുകൊണ്ടല്ല പല ഡോക്ടർമാരുടെയും കുറിപ്പടിയിലെ അവ്യക്തത. ചിലപ്പോൾ ആശുപത്രികളിലെ തിരക്ക് മൂലമാകാം. സമയക്കുറവ് അവർക്ക് ന്യായീകരണമായി പറയാം. എന്നാൽ രോഗിയുടെ ജീവനേക്കാൾ വലുതല്ല ഇതൊന്നും. മെഡിക്കൽ ഷോപ്പുകളുമായുള്ള ഒത്തുകളി മൂലം കുറിപ്പടി അവ്യക്തമാക്കുന്നവരുമുണ്ട് ഡോക്ടർമാർക്കിടയിൽ. അവർ നിർദ്ദേശിക്കുന്ന ഫാർമസിയിലുള്ളവർക്ക് മാത്രമേ മരുന്നേതെന്ന് മനസ്സിലാക്കാനാകൂ. മറ്റേത് മെഡിക്കൽ ഷോപ്പുകാർക്കും വായിച്ചെടുക്കുക പ്രയാസമാണ്. അഥവാ മരുന്ന് നൽകിയാൽ പിഴവ് സംഭവിക്കാനും തെറ്റായ ഡോസ് നിർദ്ദേശിക്കാനും സാധ്യതയുണ്ട്. ഇത് രോഗിയുടെ ആരോഗ്യത്തിന് കടുത്ത വെല്ലുവിളിയുയർത്തും. മരുന്നുകളിലെയോ ഉപയോഗത്തിലെയോ ചെറിയ പിഴവ് പോലും സ്ഥിരം രോഗികൾ, പ്രായമുള്ളവർ, ഗർഭിണികൾ തുടങ്ങിയവരിൽ ജീവാപായത്തിന് കാരണമായേക്കാം. അവ്യക്തമായ കുറിപ്പടികളിൽ ഫാർമസിസ്റ്റുകൾ മരുന്നുകൾ മാറി നൽകിയ സംഭവങ്ങൾ ധാരാളം റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ്. മൂത്രവർദ്ധനവിനുള്ള മരുന്നിനു പകരം അസിഡിറ്റിക്കുള്ള മരുന്ന് നൽകുകയുണ്ടായി ചില ഫാർമസികൾ. ഒരു കുട്ടിക്ക് എഴുതിയ ആന്റിബയോട്ടിക് മരുന്ന് മലേറിയക്കുള്ള മരുന്ന് എന്നാണ് ഒരു സ്വകാര്യ ആശുപത്രിയിൽ വയോധികന് എഴുതിയ രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിനുള്ള മരുന്നിനു പകരം നൽകിയത്. ഹൃദയമിടിപ്പ് നിയന്ത്രിക്കുന്നതിനുള്ള മരുന്നാണ്. തുടർന്ന് അദ്ദേഹത്തിന്റെ ഹൃദയമിടിപ്പ് അപകടകരമായ തോതിൽ കുറയുകയും അടിയന്തര ചികിത്സയ്ക്ക് വിധേയനാകേണ്ടി വരികയും ചെയ്തു. വ്യക്തമായ കുറിപ്പടി ഡോക്ടർമാരുടെ ഔദാര്യമല്ല, രോഗിയുടെ അവകാശമാണ്. ഡോക്ടർമാരിൽ വിശ്വാസമർപ്പിച്ചാണ് രോഗി അവരെ സമീപിക്കുന്നത്. ആ വിശ്വാസം നിലനിർത്താൻ സഹായകമാകണം ഡോക്ടർമാരുടെ പെരുമാറ്റവും മരുന്ന് കുറിപ്പടിയും. കുറിപ്പടി രോഗിക്കും ചിലപ്പോൾ ഫാർമസിസ്റ്റുകൾക്ക് പോലും വായിക്കാൻ കഴിയാതെ വരുമ്പോൾ ഡോക്ടറിലുള്ള വിശ്വാസത്തെ തന്നെ അത് ബാധിക്കുന്നു. താൻ കഴിക്കുന്ന മരുന്ന് ഏതെന്നറിയാൻ രോഗിക്ക് അവകാശമുണ്ട്. ഇക്കാര്യം കോടതികൾ പലപ്പോഴായി ചൂണ്ടിക്കാട്ടിയതാണ്. എഴുത്തിൽ വ്യക്തത വരുത്തണമെന്ന് കോടതികളുടെയും മെഡിക്കൽ കൗൺസിലിന്റെയും നിർദ്ദേശമുണ്ടായിരിക്കെ വ്യാപകമായി അത് അവഗണിക്കപ്പെടുന്നത് പൊതുജനാരോഗ്യത്തിനു നേരെയുള്ള വെല്ലുവിളിയാണ്. താൻ കഴിക്കുന്ന മരുന്ന് ഏതെന്നറിയാൻ രോഗിക്ക് അവകാശമുണ്ട്. ഇക്കാര്യം കോടതികൾ പലപ്പോഴായി ചൂണ്ടിക്കാട്ടിയതാണ്. എഴുത്തിൽ വ്യക്തത വരുത്തണമെന്ന് കോടതികളുടെയും മെഡിക്കൽ കൗൺസിലിന്റെയും നിർദ്ദേശമുണ്ടായിരിക്കെ വ്യാപകമായി അത് അവഗണിക്കപ്പെടുന്നത് പൊതുജനാരോഗ്യത്തിന് നേരെയുള്ള വെല്ലുവിളിയാണ്. ഈ പ്രിസ്ക്രിപ്ഷൻ സംവിധാനവും മെഡിക്കൽ കൗൺസിലിന്റെ ശക്തമായ ഇടപെടലുമാണ് ഇതിന് പരിഹാരം. മരുന്ന് കുറിപ്പടി കമ്പ്യൂട്ടറിൽ തയ്യാറാക്കുമ്പോൾ അവ്യക്തത സംഭവിക്കുന്നില്ല. പല സ്വകാര്യ ആശുപത്രികളിലും ചുരുക്കം സർക്കാർ ആശുപത്രികളിലും ഈ പ്രിസ്ക്രിപ്ഷൻ സംവിധാനമാണുള്ളത്. ഇത് വ്യാപകമാക്കണം. സർക്കാർ ആശുപത്രികളിൽ ഇതിനുള്ള സൗകര്യം ഏർപ്പെടുത്തേണ്ടത് ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്വമാണ്. എല്ലാ സ്വകാര്യ ആശുപത്രികളിലും ഇത് നടപ്പാക്കാനും നടപടി സ്വീകരിക്കണം. കുറിപ്പടി കാര്യത്തിൽ മെഡിക്കൽ കൗൺസിലുകൾ അടിക്കടി നിർദ്ദേശങ്ങൾ നൽകി വരുന്നുണ്ടെങ്കിലും അത് നടപ്പാക്കുന്നുണ്ടോ എന്ന നിരീക്ഷണമോ ലംഘിക്കുന്നവർക്കെതിരെ
ശിക്ഷാ നടപടിയോ ഉണ്ടാകുന്നില്ല. രോഗിയുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള ഇത്തരം നടപടിയിൽ ബന്ധപ്പെട്ടവർ ഉദാസീനത കാണിക്കരുത്. ഭരണകൂടവും ഡോക്ടർമാരും പ്രശ്നത്തെ ഗൗരവത്തോടെ കാണുകയും അത്തരം നടപടികളുമായി സഹകരിക്കുകയും വേണം. ഡോക്ടറുടെ കയ്യിൽ നിന്ന് രോഗിയുടെ കയ്യിലെത്തുന്ന ഓരോ കുറിപ്പടിയും സുതാര്യതയുടെ, സുരക്ഷിതത്വത്തിന്റെ, മനുഷ്യത്വത്തിന്റെ രേഖയായിരിക്കണം.